ഒരു പ്രത്യേകതരം എരിവും മധുരവും പുളിപ്പുള്ള നല്ല നാടൻ ഇഞ്ചി സമ്മന്തി. കഞ്ഞി മുതൽ അങ്ങ് സദ്യയും ബിരിയാണിയും വരെ അങ്ങനെ എന്തിനോടും ഇഴുകിച്ചേരുന്ന സ്വഭാവം. എനിക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഈ ഒരു വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാൻ എടുക്കുന്ന ഇഞ്ചിയുടെ അളവ് 20 മുതൽ 25 ഗ്രാം വരെയാണ്. ഒരു ഇഞ്ച് കനമുള്ളതും പിന്നെ ഒരു ചെറിയ കഷ്ണവും കൂടെ. ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് 1 കപ്പ്. നിങ്ങൾ ചിരകിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് എടുത്തോളൂ കേട്ടോ. ഞാനിങ്ങനെ പൂണ്ടെടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇഞ്ചിയുടെ കൂടെ ഒരുമിച്ച് ചേർത്ത് അരയ്ക്കുമ്പോൾ ഒരേപോലെ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ഇതാ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് 1 ടീസ്പൂൺ വെച്ച് വിളമ്പിയാൽ 8-10 പേർക്കുള്ള അളവിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. മീഡിയം സ്പൈസി ആയിട്ടുള്ള 4 ചെറിയ പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എപ്പോഴും ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ കല്ലുപ്പാണ് നല്ലത്. ഇപ്പൊ നമ്മൾ ഏകദേശം 60% ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു 3-4 പൾസ് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം, ഒന്ന് കോഴ്സായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ ഇങ്ങനെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുന്നത് കൊണ്ട് പിന്നീട് നമ്മൾ അരയ്ക്കുമ്പോൾ എല്ലാം ഒരേപോലെ അരിഞ്ഞു കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഡയബറ്റിക് ആയിട്ടുള്ളവർ മാത്രം ഇത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇതാണ് ഈ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ്. ഇനി ഒരു 1/2 കപ്പ് നല്ല വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒരു സെറാമിക് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെയറിലേക്കോ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്കോ മാറ്റാം. കാരണം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ്, ഒരു 2 ടീസ്പൂൺ. ബ്രാസ് അലൂമിനിയം പാത്രത്തോടൊക്കെ വിനാഗിരി റിയാക്ട് ചെയ്യും, അതുകൊണ്ട് അതിൽ സൂക്ഷിക്കണ്ട കേട്ടോ. വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി സമ്മന്തി റെഡിയായി. പക്ഷെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളിപ്പോ ചിന്തിക്കുന്നില്ലേ വിനാഗിരി ചമ്മന്തി അരയ്ക്കുമ്പോ തന്നെ ചേർത്തൂടായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ചെറിയ മിക്സർ ജാറിലെ നടുക്ക് ബ്ലേഡ് ഉറപ്പിച്ചിരിക്കുന്ന ആ പാർട്ട് മിക്കവാറും ബ്രാസ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ബ്രാസ് കൊണ്ടുള്ള പാർട്ട് വിനാഗിരിയായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരിട്ട് മിക്സർ ജാറിലേക്ക് വിനാഗിരി ഒഴിച്ച് അരച്ചെടുക്കാതിരുന്നത്. അങ്ങനെ നമ്മുടെ നാടൻ ഇഞ്ചി സമ്മന്തി ഇവിടെ റെഡിയാണ് കേട്ടോ. എല്ലാരും ഇത് വീട്ടില് ഇതേപോലെ തന്നെ ട്രൈ ചെയ്യൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കഞ്ഞിയുടെ കൂടെ മാത്രമല്ല, ഹെവി മീൽസിന്റെ കൂടെയും ദോശ, ഇഡ്ലി, ചപ്പാത്തി അങ്ങനെ എന്തിന്റെ കൂടെ വേണമെങ്കിലും ചേരും. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.